ശ്രീപത്മനാഭൻ നോക്കൂ, ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീമതി ദീപ്തി മേരി വർഗീസ് ചോദിച്ചു, ഗുരുജി ഗോൾവാൾക്കറെയും വിചാരധാരയെയും തള്ളിപ്പറഞ്ഞിട്ടാണോ ഈ കാര്യങ്ങൾ, അതായത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നിങ്ങൾ നടത്തുന്നത് എന്ന്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, വിചാരധാരയൊക്കെ 6-7 പതിറ്റാണ്ട് മുമ്പല്ലേ. ഇപ്പോഴത്തെ ഈ സമീപ കാലത്ത് ഈ വർഷം ഇറങ്ങിയ വിവിധ ഓർഗനൈസറിന്റെ പതിപ്പുകൾ വായിച്ചു നോക്കൂ. നേരത്തെ ഷൈജു ആന്റണി പറഞ്ഞതുപോലെ വിവിധ ഇടങ്ങളിലെ കൺവേർഷനെ കുറിച്ച്, മതപരിവർത്തനത്തെക്കുറിച്ച്, അതിന്റെ പിന്നിലുള്ള മാഫിയയെക്കുറിച്ചുള്ള വലിയ ഭീതിജനകമായ വിവരങ്ങൾ അടങ്ങിയ എത്ര ലേഖനങ്ങൾ കാണാം. ഈ മണിപ്പൂർ വിഷയത്തിൽ തന്നെ എത്ര വൺ സൈഡഡ് ആയി, എങ്ങനെയാണ് പുറത്തു നിന്നുള്ള അതിർത്തി കടന്നു വരുന്ന കുക്കി ഭീകരർ ഹിന്ദുക്കളായ മൈത്തികളെ കൂട്ടക്കൊല ചെയ്യുന്നത് എന്ന മട്ടിലുള്ള എത്ര വലിയ അവതരണങ്ങൾ. അപ്പോൾ കൃത്യമായും ഒരു പക്ഷം പിടിക്കുകയും ആ നിലപാട് ഇപ്പോഴും ആ ഐഡിയോളജിക്കൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഇന്ന് തിരുഹൃദയ ദേവാലയത്തിൽ പോയതുകൊണ്ട് ഇനി ക്രിസ്ത്യാനികൾക്കെല്ലാം വളരെ സന്തോഷമാകും എന്നെങ്ങനെയാണ് BJPക്ക് കരുതാൻ കഴിയുക? ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഈ പ്രധാനമന്ത്രിയെ കാണാൻ പോയ ക്രിസ്ത്യൻ മത നേതാക്കന്മാർ, അല്ലെങ്കിൽ മത അധ്യക്ഷന്മാർ, അല്ലെങ്കിൽ JP നഡ്ഡ പോയ പള്ളിയിലെ പുരോഹിതന്മാർ, ഇവരൊക്കെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഉയർന്ന പഠിപ്പുമുള്ള, അതായത് ഉയർന്ന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും, അത്യുന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ്. ലോകത്തെന്താ നടക്കുന്നത്, ഇന്ത്യയിൽ എന്താ നടക്കുന്നത്, മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതെന്ന് അവരെ മൂന്നാമതൊരാൾ പഠിപ്പിക്കുകയൊന്നും വേണ്ട. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഉന്നതമായ അറിവുമുള്ള ആളുകളാണ്. അവർക്കിതൊക്കെ അറിയാം. അവർ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോഴും JP നഡ്ഡയെ കാണുമ്പോഴുമൊക്കെ അവർക്ക് എന്തൊക്കെ പറയണം, എന്തൊക്കെ സംസാരിക്കണമെന്ന് അവർക്കറിയാം. അതിനി ആരും ബുദ്ധിമുട്ടി അവരെ പഠിപ്പിക്കണമെന്നില്ല. 1. 2, കോൺഗ്രസ് പറഞ്ഞു ഇവിടെ BJP ക്രിസ്ത്യാനികൾക്കെതിരെയാണ്, ക്രിസ്ത്യാനികൾ BJPയെ മായിട്ട് എങ്ങനെ സാധിക്കും ഇങ്ങനെ അടുക്കാനെന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡും മിസോറാമും. ദൈവം സഹായിച്ചിട്ട് നാഗാലാൻഡ് അസംബ്ലിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ ജയിച്ചിട്ടില്ല. ഒരു കഷായത്തിന് കൂട്ടാൻ ഒരാൾ ജയിച്ചിട്ടില്ല. ഞങ്ങൾ 12-13 ആൾ അതിനകത്തുണ്ട്, BJPക്കാർ, ക്രിസ്ത്യൻ BJPക്കാർ. മിസോറാമിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ പേര് പറയുന്നില്ല. കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ, ആ ചാനൽ ഒരു അഭിപ്രായ സർവേ നടത്തി പുറത്തു വിട്ടു. എന്താണ്? മണിപ്പൂർ വിഷയം മിസോറാമിൽ ആളിക്കത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആ വിഷയം വലിയ പ്രചരണായുധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമുണ്ടാവും. മിസോറാമിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും. 30% വോട്ടും 14 സീറ്റും കിട്ടുന്നു. ഞങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട് എന്ന് പോലും അവർ പറഞ്ഞില്ല. വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസിന് ഒറ്റ സീറ്റ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവെന്ന് പറഞ്ഞ കോൺഗ്രസ് ഒറ്റ സീറ്റുള്ള കക്ഷിയായി. ഞങ്ങൾക്ക് 2 സീറ്റ്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 1 സീറ്റ്, ഇത്തവണ ഞങ്ങൾക്ക് 2 സീറ്റ്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ 95% മേലെ ജനസംഖ്യയുള്ള മിസോറാമിലും നാഗാലാൻഡിലും കോൺഗ്രസിന് സിദ്ധിയില്ല. പക്ഷെ അവിടെയൊക്കെ BJP ഉണ്ട്. ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടാണ് 1-2 ആക്കിയത്. നാഗാലാൻഡിൽ, മണിപ്പൂരിൽ, മിസോറാമിൽ, മേഘാലയത്തിലൊക്കെ BJP NDAയും ഒരു 10-15 കൊല്ലം മുന്നേ തിരിയിട്ട് കത്തിച്ചാൽ കാണാത്ത അവസ്ഥയിൽ നിന്നും ഇന്ന് ആ സംസ്ഥാനത്തിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങിയതാണ്. എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യൻ ഡോമിനൻ്റ് ഏരിയയിലൊക്കെ. നിങ്ങൾ കോൺഗ്രസ്സുകാർ പറയുന്നത് വിശ്വസിക്കുന്നവരാണോ ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ? ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. നിങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് വോട്ട് ബാങ്ക് ആക്കി അവിടേക്ക് റോഡ് കൊടുക്കാതെ, വൈദ്യുതി കൊടുക്കാതെ, റെയിൽവേ കൊടുക്കാതെ, അവിടെ നല്ല കോളേജ് കൊടുക്കാതെ, അവരൊക്കെ അങ്ങ് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ജീവിച്ചൊരു സാഹചര്യം. ഇന്ന് അവിടെ പോയി നോക്ക്. തീവണ്ടി കാണാത്ത സംസ്ഥാനങ്ങളിൽ തീവണ്ടി എത്തി. നാഷണൽ ഹൈവേ 6 വരിപ്പാത 8 വരിപ്പാത എത്തി. അവിടെ എല്ലാ പ്രദേശത്തും വികസനം എത്തി. IITകൾ വന്നു, എയിംസ് വന്നു. നരേന്ദ്രമോദി സർക്കാർ അവിടെയൊക്കെ വികസനം എത്തിച്ചു. അതുകൊണ്ടാണ് ജയിക്കുന്നത്. ഈ രാജ്യത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായി അവർ നിലവാരം ലേശം കൂടുതലുള്ള ആളാണ്. കാരണം വിദ്യാഭ്യാസത്തോടുള്ള ത്വര അവർക്ക് കൂടുതലാണ്. അതും പ്രത്യേകിച്ച് ആധുനിക വിദ്യാഭ്യാസം. കാരണം പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ച്, കോളേജുകൾ സ്ഥാപിച്ച് വിദൂര രാജ്യങ്ങളിലും ദേശങ്ങളിലും പോയി പഠിക്കാൻ താല്പര്യമുള്ളവരാണ്.
അവർക്ക് ഈ കേരളത്തിൽ നടക്കുന്നത് എന്താണ്, ഇന്ത്യയിൽ നടക്കുന്നത് എന്താണ്, പിന്നെ പാലസ്തീനിൽ ഹമാസ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ കോൺഗ്രസ്സുകാർ ഹമാസിന് ഗാഗ്വ വിളിക്കലായിരുന്നല്ലോ പണി. അമുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ നടക്കുന്ന ഹമാസ് ചെയ്യുന്നത് എന്താണ്? ആ യുദ്ധത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഒക്കെ അവർക്കറിയാം, എല്ലാം അവർക്കറിയാം. അവരെ ഒന്നും പഠിപ്പിക്കണ്ട, അവരൊക്കെ നല്ല ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഉന്നത വിദ്യാഭ്യാസ യോഗ്യത, അത്യുന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള, ലോകത്തെ പറ്റി അറിവുള്ള, ഇന്ത്യയെ പറ്റി നല്ല അറിവുള്ള വിഭാഗമാണ് ഇന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പോയതും ഇന്ന് JP നഡ്ഡയെ സ്വീകരിച്ചതും. അതുകൊണ്ട് ഈ ജാതി 1970-കളിലും 80-കളിലൊക്കെ കോൺഗ്രസ് വർത്താനങ്ങളുണ്ടല്ലോ. ഒരു ചോദ്യത്തിന് വിഷയത്തിൽ മാർപ്പാപ്പയുടെ അഭിപ്രായത്തോട് BJP യോജിക്കുന്നുണ്ടോ? അല്ല, ഒരൊറ്റ ചോദ്യം. ഇസ്രായേൽ യുദ്ധ വിഷയത്തിൽ മാർപ്പാപ്പയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? പറയാം. ഉത്തരം പറയട്ടെ. ചോദ്യം ഇങ്ങനെ ആവർത്തിക്കണ്ട, എനിക്ക് കേട്ടു. മാർപ്പാപ്പ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുള്ളതിനോട് ഞങ്ങൾ യോജിക്കുകയും, പറയട്ടെ, ഞങ്ങൾക്ക് യോജിപ്പുള്ളതിനോട് ഞങ്ങൾ യോജിക്കുകയും ഞങ്ങൾക്ക് വിയോജിപ്പുള്ളതിനോട് ഞങ്ങൾ വിയോജിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അഭിപ്രായം ഈ ലോകത്ത് ആരുടെ മുഖത്ത് നോക്കി പറയാൻ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് യോജിപ്പാണോ വിയോജിപ്പാണോ എന്നാണ് എന്റെ ചോദ്യം. അതാണ്. പറയട്ടെ. ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് വിയോജിപ്പുള്ളതിൽ വിയോജിപ്പും യോജിപ്പുള്ളതിൽ യോജിപ്പും രേഖപ്പെടുത്തും. ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്നവർ. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ അഭിപ്രായം ഉത്തരം നിങ്ങൾക്ക് കിട്ടൂല, കാരണം നിങ്ങൾ ഉറക്കം അടിക്കുകയാണ്. ഞങ്ങളുടെ അഭിപ്രായം ഹമാസ് അന്താരാഷ്ട്ര ഭീകരവാദ പ്രസ്ഥാനമാണെന്നാണ്. അതില് തല പോയാലും ഞങ്ങൾ അഭിപ്രായം മാറ്റൂല. ഒരു വോട്ടിന് വേണ്ടി കോൺഗ്രസ്സുകാരെ പോലെ 4 വോട്ടിന് വേണ്ടി അഭിപ്രായം മാറ്റൂല. ഞങ്ങളെ ഉറച്ചു നിൽക്കും. ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്താണെന്ന് പറയും. പാലസ്തീനും ഇന്ത്യയുടെ സുഹൃത്താണ്. പാലസ്തീനും ഇസ്രായേലും ഒരു മേശയ്ക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന് പറയും. അതെ മതി. ഇപ്പൊ തന്ന ഉത്തരം ഉണ്ടല്ലോ, അതുകൊണ്ട് തൃപ്തിപ്പെടുക. വേറെ ഒരു ഞാൻ ഇപ്പൊ തന്ന ഉത്തരം ഉണ്ടല്ലോ, അതുകൊണ്ടങ്ങ് തൃപ്തിപ്പെടുക. മതി. അതുകൊണ്ട് പറഞ്ഞുതരാ. അതുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ. ഞാനൊക്കെ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ദിവസവും ജാതി കലാപത്തിൻ്റെയും വാർത്തകളാണ് വന്നത്. ഇന്ന് ഉത്തർപ്രദേശിൽ ഞങ്ങൾ അവരെയൊക്കെ കൂടെ കൂട്ടി, യാദവന്മാരെ, പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരെ, കുർമികളെയും രജപുത്രന്മാരെയും ബ്രാഹ്മണന്മാരെയും ഒക്കെ കൂടെ കൂട്ടി ഞങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയകരമായി നടപ്പിലാക്കി. ഇന്ന് ഉത്തർപ്രദേശിൽ ജാതി കലാപത്തിന്റെ വാർത്തയില്ല. കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഡെയിലി പട്ടികവർഗത്തെ അങ്ങോട്ട് കൊല്ലും, അവർ ഇങ്ങോട്ട് കൊല്ലും. രൺവീർ സേന, മറ്റേ സേന. ഉത്തർപ്രദേശിലെ കാര്യമാണ്. ഫാദർ ബാബു ഫ്രാൻസിസിന്റെ കാര്യം പറഞ്ഞത് ഉത്തർപ്രദേശിലെ കാര്യമാണ്. ആരായാലും ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞത് ഉത്തർപ്രദേശിലെ കാര്യമാണ്. നിങ്ങളെ പേര് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കണ്ട. അവിടെ ഇരി മിണ്ടല്ല. അവിടെ ഇരി. പേരൊന്നും പറഞ്ഞ് പേരൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് കണ്ടിന്യൂസ്ലി ഇന്ററപ്റ്റ് മീ. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾ പറയുമ്പോൾ ഞാനും തടസ്സപ്പെടുത്തും. ഓക്കെ, പ്ലീസ് കീപ് ഗോയിങ്. ദാറ്റ് ഈസ് ബെറ്റർ ഫോർ യു. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാ വിഭാഗത്തെയും കയ്യിലെടുക്കും, എല്ലാ വിഭാഗത്തെയും കൂട്ടി യോജിപ്പിക്കും, അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഇന്ത്യയിൽ ഞങ്ങൾ ഈ നിലയിലെത്തിയത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. എല്ലാ ജാതിയിൽപ്പെട്ടവരെ, എല്ലാ മതത്തിൽപ്പെട്ടവരെ, എല്ലാ ഭാഷ സംസാരിക്കുന്നവരെ, എല്ലാ വേഷം ധരിക്കുന്നവരെ ഞങ്ങൾ കൂടെ കൂട്ടും. അതിന് ഞങ്ങൾ വലിയൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ഇനിയും ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി സമ്പൂർണ്ണ വിജയം ഞങ്ങൾ 24 കരസ്ഥമാക്കും.